പ്രിയ സംരംഭകരെ, ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ജീവിക്കുന്നത് ഒരു മഹത്തായ സാങ്കേതിക വിപ്ലവകാലത്താണ്. ഓരോ ദിവസവും പുതിയ സാങ്കേതിക വിദ്യകൾ രൂപം കൊള്ളുന്നു. കൃത്രിമ ബുദ്ധി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ-കോമേഴ്സ്, ഓട്ടോമേഷൻ തുടങ്ങിയവ. ഈ സാഹചര്യത്തിൽ ബിസിനസ് ലോകം വേഗത്തിൽ മാറുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ നടുവിൽ ഒരു ബിസിനസ് സംരംഭം എങ്ങനെ വിജയിപ്പിക്കാം എന്ന വിഷയത്തെപ്പറ്റി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി, സാങ്കേതിക വിദ്യയെ ഭയപ്പെടാൻ പാടില്ല. പലരും പുതിയത് പഠിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ന് ബിസിനസ് വിജയിക്കുന്നവർക്ക് ടെക്നോളജിയെ സ്വീകരിക്കേണ്ടത് ഒരു ഓപ്ഷനല്ല, അത് ഒരു അനിവാര്യത ആണ്. ഉദാഹരണത്തിന്, മുമ്പൊരു കട തുറക്കാൻ ഒരു സ്ഥലം, വാടക, ജീവനക്കാരൻ തുടങ്ങിയവ ആവശ്യമായിരുന്നു. ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ അക്കൗണ്ട്, കുറച്ച് ക്രിയാത്മകത, ഇത്ര മാത്രം മതി ഒരു ബിസിനസ് തുടങ്ങാൻ. അതായത് ടെക്നോളജി തടസ്സമല്ല, മറിച്ച് വഴികാട്ടിയാണ്. രണ്ടാമതായി, ഡിജിറ്റൽ സാന്നിധ്യം അനിവാര്യമാണ്. ഇന്നത്തെ ലോകത്ത് ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ആളുകൾ നിങ്ങളെ അറിയണം. കടപ്പുറത്തേക്ക് വരുന്ന 100 പേർ മാത്രമല്ല ഉപഭോക്താക്കൾ. ഓൺലൈൻ ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഉപഭോക്താക്കളാകാം. അതിനായി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ എല്ലാം തന്നെ ബിസിനസ്സിൻ്റെ വാതിലുകൾ തുറന്നു വയ്ക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. ചെറിയൊരു സ്ഥാപനമോ വലിയൊരു കമ്പനിയോ ആയാലും ഓൺലൈൻ പ്രചാരണം കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ്. മൂന്നാമതായി, ഡാറ്റയുടെ ശക്തി മനസ്സിലാക്കണം. വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? ഏത് ഉൽപ്പന്നമാണ് ജനങ്ങൾക്ക് ഇഷ്ടം? ഏത് പരസ്യമാണ് ഫലം കൊടുക്കുന്നത്? ഇവയെല്ലാം പഠിച്ചാൽ ബിസിനസ് വളർച്ച ഇരട്ടിയാകും. ഒറ്റമൂലിയായി പ്രവർത്തിക്കുന്നത് ഇതുപോരാ. അറിയാതെ പ്രവർത്തിക്കുന്നത് നഷ്ടത്തിലേക്കാണ് നയിക്കുന്നത്. അതിനാൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക ഇന്ന് ഏറ്റവും ഫലപ്രദമായ നീക്കമാണ്. നാലാമതായി, ഉപഭോക്താവിനെ രാജാവായി കണക്കാക്കണം. സോഷ്യൽ മീഡിയയിലൂടെ ഉപഭോക്താവുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അവരിൽ നിന്നും വരുന്ന ഫീഡ്ബാക്ക് കേൾക്കുക. വിൽപ്പന മാത്രം ലക്ഷ്യമാക്കാതെ ഉപഭോക്താവിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള സമീപനം സ്വീകരിക്കുക. ഓർക്കണം, ഓരോ സന്തുഷ്ട ഉപഭോക്താവും 10 പുതിയ ഉപഭോക്താക്കളെ കൊണ്ടുവരും. അഞ്ചാമതായി, പഠിക്കാനുള്ള മനസ്സ് നിലനിർത്തണം. ടെക്നോളജി മാറും, മാർക്കറ്റിംഗ് രീതികൾ മാറും, ഉപഭോക്താക്കളുടെ ശീലങ്ങൾ മാറും. പക്ഷേ പഠിക്കാൻ തയ്യാറാകുന്ന സംരംഭകർ മാത്രം മുന്നിൽ നിൽക്കും. ഗൂഗിൾ, യൂട്യൂബ്, മെറ്റ, ബ്ലൂ പ്രിൻ്റ്, സൗജന്യമായി പഠിക്കാനുള്ള വഴികൾ അനവധി. പഠിക്കാത്തത് വിജയത്തിൻ്റെ യാത്ര തടയും. പഠിക്കുന്നവർ ഭാവിയെ കൈവശം വയ്ക്കും. അവസാനം ധൈര്യവും സ്ഥിരതയും ടെക്നോളജിയും ഉപയോഗിച്ചാൽ ബിസിനസ് ഉടനെ ഉയരുമെന്നൊന്നുമില്ല. തെറ്റുകൾ സംഭവിക്കാം, ചില ശ്രമങ്ങൾ ഫലിക്കില്ല. എന്നാൽ മുന്നോട്ട് പോകാനുള്ള ആവേശം നഷ്ടപ്പെടരുത്. ഒരു പോസ്റ്റ് വൈറലായാൽ ബിസിനസ് വളരും. ഒരു മികച്ച സേവനം നൽകുമ്പോൾ ധാരാളം പേർ പ്രചരിക്കും. ഒരു പുതുമ കൊണ്ടുവന്നാൽ ലോകം നമ്മളെ നോക്കും. അതുകൊണ്ട് ഈ ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത് ടെക്നോളജിയെ സ്വീകരിച്ചും ഓൺലൈൻ സാന്നിധ്യം ഉറപ്പാക്കിയും ഡാറ്റയെ അടിസ്ഥാനമാക്കി തീരുമാനമെടുത്തും ഉപഭോക്താവിൻ്റെ തൃപ്തിക്ക് മുൻതൂക്കം നൽകിയും ബിസിനസ്സിൽ വിജയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.